വളരെ ആത്മാർത്ഥമായിട്ട് മറ്റുള്ളവരെ സഹായിച്ചിട്ടും ആവശ്യം കഴിഞ്ഞപ്പോഴേക്കും ഒരു കറിവേപ്പില പോലെ പുറന്തള്ളപ്പെട്ടു പോയൊരു വ്യക്തിയാണ് നിങ്ങളെങ്കിൽ, അല്ലെങ്കിൽ അത് ഓർത്ത് മനസ്സ് വിഷമിച്ചിരിക്കുന്ന ഒരു വ്യക്തിയാണ് നിങ്ങളെങ്കിൽ, ദൈവത്തിന് എന്താണ് നിങ്ങളോട് പറയാനുള്ളതെന്ന് നിങ്ങൾ തീർച്ചയായിട്ടും കേട്ടു നൽകണം. വചനം പറയുന്നു നിങ്ങൾ നിസ്സാരക്കാരനല്ലെന്ന്. യഹോവയായ ദൈവത്തിന് കടം കൊടുത്തിരിക്കുന്ന ഒരു വ്യക്തിയാണെന്ന്. പ്രോവേർബ്സ് 19:17 ഇങ്ങനെയാണ് പറയുന്നത്: ദരിദ്രനോട് കരുണ കാണിക്കുന്നവൻ യഹോവയ്ക്ക് കടം കൊടുക്കുന്നു, അവന്റെ പ്രവൃത്തിക്ക് അവൻ പ്രതിഫലം നൽകും. നിങ്ങളൊന്ന് ചിന്തിച്ച് നോക്കുക. ഇപ്പൊ നമ്മൾ വായിച്ച വചനം ഒന്ന് ആലോചിച്ച് നോക്കിയേ. നിങ്ങൾ ഒരാളെ സഹായിച്ചപ്പോൾ ദൈവം അത് നോട്ടീസ് ചെയ്തിട്ടുണ്ട്. നിങ്ങൾ ഒരാളുടെ കണ്ണുനീർ തുടച്ചപ്പോൾ ദൈവം അത് വിലമതിച്ചിട്ടുണ്ട്. ഈ ലോകത്തിലെ സകലരും അത് മറന്നാലും യഹോവയായ ദൈവം ഒരിക്കലും മറക്കില്ല. പലപ്പോഴും നമ്മൾ കരുതേ നമുക്ക് വലിയ വലിയ കാര്യങ്ങളൊന്നും ചെയ്യാൻ പറ്റത്തില്ല എന്ന്. പക്ഷെ ദൈവത്തിന്റെ കണ്ണിലെ ചെറിയൊരു കാര്യങ്ങൾ പോലും വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടാണ് ദൈവം എടുക്കുന്നത്. അതായത് ഒരാൾക്ക് ഒരു നേരത്തെ ആഹാരം വാങ്ങിച്ചു കൊടുക്കുന്നത്, അല്ലെങ്കിൽ ഒറ്റപ്പെട്ടിരിക്കുന്ന ഒരാളുടെ ഒപ്പം കുറച്ച് സമയം നമ്മൾ സ്പെൻഡ് ചെയ്യുന്നത്, അല്ലെങ്കിൽ സഹായിക്കാൻ ആരുമില്ലാത്ത ഒരാൾക്ക് ഒന്ന് ഷോപ്പിങ്ങിന് പോകാനായിട്ട് അവരെ സഹായിക്കുന്നതൊക്കെ നമുക്ക് ചെറുതെന്ന് തോന്നിയാലും ദൈവത്തിൻ്റെ കണ്ണിൽ അതെല്ലാം വലിയ കാര്യങ്ങളാണ്. നിങ്ങൾ ഈ ചെയ്ത നന്മ പ്രവൃത്തികളൊക്കെ മനുഷ്യനൊരു പക്ഷെ മറന്നു കളഞ്ഞേക്കാം. ഒരു നന്ദി വാക്ക് പോലും പറയണമെന്നില്ല, അല്ലെങ്കിൽ നിങ്ങളുടെ ആവശ്യ സമയത്ത് അവർ ചിലപ്പോൾ നിങ്ങളെ തിരിഞ്ഞു നോക്കിയെന്ന് പോലും വരില്ല. പക്ഷേ അത് ഓർത്ത് മനസ്സ് വിഷമിക്കേണ്ട. കാരണം ദൈവം ഇത് മറന്നു കളഞ്ഞിട്ടില്ല. നിങ്ങൾ മറ്റുള്ളവരോട് കാണിച്ച സ്നേഹം, കരുണ, മനസ്സലിവ് ഇതൊക്കെ ദൈവം തമ്പുരാൻ ഓർത്തിരിപ്പുണ്ട്, ദൈവം തമ്പുരാൻ കുറിച്ചു വെച്ചിട്ടുണ്ട്. കാരണം നിങ്ങൾ സഹായിച്ചത് മനുഷ്യരെ മാത്രമല്ല, നിങ്ങൾ ദൈവത്തിന് കടം കൊടുത്തിരിക്കുന്ന ഒരു മനുഷ്യനാണ്. ആ വചനം പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ നിങ്ങൾ ഒരിക്കലും മറന്നു പോകരുത്. ആ വചനത്തിൽ പറഞ്ഞിരിക്കുന്നത് പോലെ നിങ്ങൾ സൃഷ്ടാവായ ദൈവത്തിനാണ് കടം കൊടുത്തിരിക്കുന്നത്. ആ കടം തീർച്ചയായിട്ടും അവൻ വീട്ടിയിരിക്കും. ദൈവത്തിന്റെ സമയത്ത്, ദൈവത്തിന്റെ വഴിയിൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും ആ നന്മ, നിങ്ങൾ ചെയ്തിരിക്കുന്ന നന്മ മടങ്ങി വന്നിരിക്കും. അതുകൊണ്ട് മടുത്തു പോകാതെ നന്മ ചെയ്യുക. ദൈവം നിങ്ങളെ സഹായിക്കട്ടെ. ഈ വീഡിയോ നിങ്ങൾക്ക് അനുഗ്രഹമായെങ്കിൽ, അല്ലെങ്കിൽ നിങ്ങൾക്കിതൊരു ആശ്വാസമായെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ മറ്റുള്ളവരുമായിട്ട് ഇത് ഷെയർ ചെയ്യണം.